ഒരു രാജ്യത്തിന്റെ ശക്തി അതിലെ യുവജനങ്ങളുടെ കായിക ക്ഷമതയിലാണ്. സ്വാമി വിവേകാനന്ദന്റെ ഈ മഹത്തായ വാക്കുകൾ മുൻനിർത്തിയാണ് ഇന്ത്യ എല്ലാ വർഷവും ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. 1979 മുതൽ അനൗദ്യോഗികമായി ആചരിച്ചിരുന്ന ഈ ദിനത്തിന് 2012 കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പദവി നൽകിയത്. ഇന്ന് കായികത്തിലൂടെ ശക്തമായ ഇന്ത്യ എന്ന ആശയം മുൻനിർത്തി രാജ്യത്തെ ആകെ ഉണർത്തുന്ന ഒരു ജനകീയ മുന്നേറ്റമായി ഈ ദിനം മാറിയിരിക്കുന്നു. ഈ ദിനത്തിന് പിന്നിലെ ഇതിഹാസമാണ് മേജർ ധ്യാൻ ചന്ദ് സിംഗ്. 1905 ഓഗസ്റ്റ് 29 ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. 16-ാം വയസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരനായി ചേർന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഹോക്കി കളി പരിശീലിക്കാൻ തുടങ്ങിയത്. പകൽ സമയത്തെ സൈനിക സേവനത്തിന് ശേഷം രാത്രികളിൽ ചന്ദ്രപ്രകാശത്തിൽ അദ്ദേഹം മണിക്കൂറുകളോളം പരിശ്രമിച്ചു. രാത്രിയിലെ ഈ കഠിനാധ്വാനം കണ്ട സഹപട്ടാളക്കാരാണ് അദ്ദേഹത്തെ ധ്യാൻ ചന്ദ് എന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നീട് ആ പേര് ലോക കായിക ചരിത്രത്തിൽ തന്നെ അവിസ്മരണീയമായി മാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർ നേരിട്ടിരുന്ന അടിച്ചമർത്തലുകൾക്കിടയിലും തങ്ങളുടെ കളിയിലൂടെ ഭാരതത്തിൻ്റെ ആത്മാഭിമാനം ലോകത്തിൻ്റെ നെറുകയിൽ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഹോക്കിയുടെ സുവർണ കാലമായിരുന്നു അത്. ഇതിന് തുടക്കമിട്ടത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലായിരുന്നു. ആദ്യമായി ഒളിമ്പിക്സിലിറങ്ങിയ ഇന്ത്യ എതിരാളികളെ ഒന്നൊന്നായി തകർത്ത് മുന്നേറി. ഇന്ത്യ ആകെയടിച്ച 18 ഗോളുകളിൽ 14 എണ്ണവും ധ്യാൻ ചന്ദിന്റെ വകയായിരുന്നു. ഫൈനലിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് സ്വർണത്തിൽ മുത്തമിട്ടു. തുടർന്ന് 1932 ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിലും ഈ വിജയഗാഥ ആവർത്തിച്ചു. അവിടെ വെച്ചാണ് ലോക കായിക ചരിത്രത്തെ തന്നെ അമ്പരപ്പിച്ച ആ മത്സരം നടക്കുന്നത്. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ 24-1 എന്ന സ്കോറിനാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. ആ മത്സരത്തിൽ ധ്യാൻ ചന്ദ് 8 ഗോളുകളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ രൂപ് സിംഗ് 10 ഗോളുകളും അടിച്ചുകൂട്ടി. ആ ടൂർണമെന്റിൽ ഇന്ത്യ നേടിയ 35 ഗോളുകളിൽ 25ഉം ഈ സഹോദരന്മാരുടെ വകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പത്രങ്ങൾ ഇവരെ ഹോക്കി ട്വിൻസ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഇതിലും വലിയൊരു ചരിത്ര നിമിഷം പിറന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലായിരുന്നു. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ജർമ്മനി കപ്പുയർത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലറുടെ മുന്നിൽ വെച്ചാണ് ധ്യാൻ ചന്ദ് ഇന്ത്യയെ നയിച്ചത്. ഫൈനലിൽ ജർമ്മനിയെ 8-1 എന്ന വലിയ മാർജിനിൽ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കി. ധ്യാൻ ചന്ദിന്റെ പ്രകടനം കണ്ട ഹിറ്റ്ലർ അത്ഭുതപ്പെട്ടു. ജർമ്മൻ പൗരത്വവും ജർമ്മൻ ആർമിയിൽ ഉയർന്ന കേണൽ പദവിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തെ തങ്ങളോടൊപ്പം കൂട്ടാൻ ശ്രമിച്ചു. എന്നാൽ താൻ എന്നും ഇന്ത്യക്കാരനായിരിക്കും, ഇന്ത്യക്ക് വേണ്ടിയേ കളിക്കൂ എന്ന് പണത്തിനും പദവിക്കും മുന്നിൽ വഴങ്ങാതെ അദ്ദേഹം ധൈര്യപൂർവ്വം മറുപടി നൽകി. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ദേശീയബോധത്തോടൊപ്പം വലിയ മാനസികോർജം കൂടിയാണ് ലഭ്യമാക്കിയത്. തൻ്റെ കരിയറിൽ 400-ലധികം ഗോളുകൾ നേടിയ ധ്യാൻ ചന്ദിൻ്റെ ട്രിബ്ലിംഗ് കണ്ട വിദേശികൾ അദ്ദേഹത്തെ ഹോക്കിയുടെ മജീഷ്യൻ എന്ന് വിളിച്ചു. പന്ത് സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ട നെതർലാൻഡ്സിലെ അധികൃതർ സ്റ്റിക്കിൽ കാന്തമോ പശയോ ഉണ്ടോ എന്ന് സംശയിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റിക്ക് പൊട്ടിച്ചു നോക്കുക പോലും ഉണ്ടായി. ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സർ ഡോൺ ബ്രാഡ്മാൻ പറഞ്ഞത്, ഞങ്ങൾ ക്രിക്കറ്റിൽ റൺസ് എടുക്കുന്നത് പോലെയാണ് ധ്യാൻ ചന്ദ് ഹോക്കിയിൽ ഗോളുകൾ അടിക്കുന്നത് എന്നാണ്. എതിരാളികളായ പാകിസ്ഥാൻ പോലും അദ്ദേഹത്തെ ഹോക്കിയുടെ ദൈവം എന്ന് വിശേഷിപ്പിച്ചു. 1948 കളിക്കളത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം 1956 ആർമിയിൽ നിന്ന് മേജർ പദവിയോടെ വിരമിക്കുകയും രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. 1979 ഡിസംബർ 3 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കായിക ബഹുമതി അറിയപ്പെടുന്നത് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന പേരിലാണ്. എല്ലാ വർഷവും ഈ ദിവസമാണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. ധ്യാൻ ചന്ദ് കൊളുത്തിവെച്ച ആ കായിക ജ്വാലയെ
ആധുനിക കാലഘട്ടത്തിലേക്ക് കൂട്ടിയിണക്കുന്നതായിരുന്നു 2019 തീരുമാനം. ആ വർഷത്തെ കായിക ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അതോടെ ഈ ദിനം വെറുമൊരു അവാർഡ് ദാന ചടങ്ങിൽ മാത്രം ഒതുങ്ങാതെ ഓരോ ഭാരതീയന്റെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ജനകീയ ആരോഗ്യ പ്രസ്ഥാനമായി മാറി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 25 കോടിയോളം ആളുകൾ ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ ദിവസവും കുറഞ്ഞത് 30 മുതൽ 60 മിനിറ്റെങ്കിലും വ്യായാമത്തിനും കായികക്ഷമതയ്ക്കും വേണ്ടി നാം മാറ്റിവെച്ചേ മതിയാകൂ. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനോടൊപ്പം തന്നെ ലോക കായിക വേദിയിൽ ഭാരതത്തെ മുൻപന്തിയിൽ എത്തിക്കുവാനും ഇന്ന് രാജ്യം വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഒളിമ്പിക്സുകളിൽ കൂടുതൽ മെഡലുകൾ ലക്ഷ്യമിട്ട് സ്കൂൾ തലം മുതൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുപോലും പുതിയ കായിക പ്രതിഭകളെ കണ്ടെത്താനാണ് ഖേലോ ഇന്ത്യ പദ്ധതിയിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഈ മുന്നേറ്റത്തിൽ നമ്മുടെ കേരളത്തിന്റെ പങ്കും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയുടെ കായിക ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം PT ഉഷ, ഷൈനി അബ്രഹാം, KM ബീനാമോൾ, TC യോഹന്നാൻ തുടങ്ങിയ മഹാന്മാരായ കായിക താരങ്ങളിലൂടെ എക്കാലത്തും രാജ്യത്തിന് വലിയൊരു വഴികാട്ടിയായി നിലകൊള്ളുന്നു. മേജർ ധ്യാൻചന്ദ് എന്ന ഇതിഹാസം കളിക്കളത്തിൽ ഇട്ടുകൊടുത്ത ആ അടിത്തറ വെറുമൊരു കായിക ചരിത്രം മാത്രമല്ല, മറിച്ച് അത് ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ എരിയേണ്ട രാജ്യസ്നേഹത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കനലാണ്. സ്റ്റിക്കിൽ പന്തുമായി എതിരാളികളെ അമ്പരിപ്പിച്ച ആ മജീഷ്യന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാൻ ഇന്നും മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കുന്ന ഒരു പുതിയ തലമുറ നമുക്ക് മുന്നിലുണ്ട്. കായികം എന്നത് ഒരു വിനോദം മാത്രമായി കാണാതെ അത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ധ്യാൻചന്ദിനോടുള്ള നമ്മുടെ യഥാർത്ഥ ആദരവ് പൂർണ്ണമാകുന്നത്. ആരോഗ്യമുള്ള യുവത്വം, ശക്തമായ ഭാരതം എന്ന ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ദേശീയ കായിക ദിനത്തിൽ നമുക്കും ഒന്നായി അണിചേരാം.